അങ്ങനെ നമ്മൾ വെള്ളിക്കുളങ്ങരയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങരയുടെ പ്രശസ്തമായ കള്ള് ഷാപ്പ് കഴിഞ്ഞു. ഇതാ രണ്ടു വശം പാടങ്ങളായിരുന്നത് എല്ലാം ഇപ്പോൾ തെങ്ങുംപറമ്പായി. ഇവിടെ ഒരു പുതിയൊരു കട വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കുളിച്ചിരുന്ന തോട് കാണാം. ഒരു കറുത്ത പട്ടി അതിൽ കൊണ്ട് ഇതേ ഞങ്ങളുടെ തോട് പാടമില്ല. അങ്ങനെ വെള്ളിക്കുളങ്ങരയിലേക്ക് ഇതാ പ്രവേശിച്ചു. ഉണ്ട് ഞാൻ പഠിച്ച സ്കൂൾ കാണുന്നു, വെള്ളിക്കുളങ്ങര ഗവൺമെൻറ് സ്കൂൾ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വന്നിരുന്ന കടയുണ്ട് ഈ കാണുന്നത് കേട്ടോ. സായുവിൻ്റെ തുണിക്കട, അന്തേട്ടൻ്റെ കട, അന്തോണിച്ചേട്ടൻ്റെ കട, മറ്റുള്ള കടകൾ. മധുരം വാങ്ങിക്കണ്ട. ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ. ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ വെള്ളിക്കുളങ്ങര. പണ്ട് JB സ്കൂൾ, ജൂനിയർ ബേസിക് സ്കൂളായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ ജയേട്ടൻ്റെ മീൻകട. എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഞങ്ങളുടെ ഹൈസ്കൂൾ പ്രസൻറ്റേഷൻ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലേക്കുള്ള വഴി. ഇതാണ് PCTHSലേക്കുള്ള വഴി. കാണുന്ന ഈ നാട്ടുമാവുണ്ടല്ലോ, ഇതിൻ്റെ ചെറുപ്പം മുതലേ കട്ടുള്ള മാവാണ് കേട്ടോ. ആ കാണുന്ന പെട്രോൾ പമ്പ് അവിടെ സിനിമ തിയേറ്റർ ആയിരുന്നു കുറേ കാലങ്ങൾ. എത്ര വർഷമായി? കുറേ കാലമില്ലേ. സിനിമ തിയേറ്റർ പൊളിച്ച് പെട്രോൾ പമ്പായി. പഠിക്കുമ്പോൾ തിയേറ്ററിൻ്റെ പണി നടന്നുകൊണ്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അതാ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്. പ്രൈവറ്റും ട്രാൻസ്പോർട്ടും എല്ലാം വരുന്ന സ്റ്റാൻഡാണ് കാണുന്നത്. വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റാന്ന് തോന്നുന്നു കണ്ടിട്ട്. രത്നകുമാരിയുടെ മോച്ചായി ഉണ്ടല്ലേ. പിന്നെ ഓണാക്കണ്ട ഈ വർത്താൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്ന്. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരു കപ്പേള ഉണ്ടായിരുന്നല്ലോ, അതില്ലേ പോയാ. അങ്ങനെ ഞങ്ങളുടെ വെള്ളിക്കുളങ്ങര ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗണൊന്നുമല്ല കേട്ടോ. പക്ഷെ പണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ വിപുലീകരിച്ചു. എന്നും കുണ്ടും കുഴിയായി കിടന്ന റോഡ് ഇപ്പോൾ അടിപൊളി റോഡായി. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് കുഴിയായിരുന്നു. ഇത്രയും നന്നായിട്ട് ഇതേവരെ കണ്ടിട്ടില്ല, ഓർമ്മയിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അടുത്തത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ. വെള്ളിക്കുളം പോലീസ് സ്റ്റേഷൻ. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടം കൊണ്ട് വെള്ളിക്കുളങ്ങരയുടെ വിശേഷങ്ങൾ തൽക്കാലം